ഡെങ്കു ഫീവർ അഥവാ ഡെങ്കിപ്പനി ഭയക്കേണ്ടതുണ്ടോ? ഡെങ്കു ഫീവർ കൊതുകടിയിലൂടെ പടരുന്ന ഒരു രോഗമാണ്. പ്രധാനമായിട്ടും ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഇനം കൊതുകുകൾ കടിക്കുന്നതിലൂടെയാണ് നമുക്ക് ഡെങ്കിപ്പനി വരുന്നത്. ഡെങ്കിപ്പനിയുള്ള ഒരാളുടെ രക്തം കൊതുകടിയിലൂടെ മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ പ്രധാനമായും കൊതുക് കടിയിലൂടെ പടരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും പനിയാണ്, നീണ്ടു നിൽക്കുന്ന പനി, അതോടൊപ്പം ദേഹവേദന, അസഹനീയമായ ദേഹവേദനയും ജോയിൻറ്റ് പെയിനും ഒക്കെയാണ് ഈ ഡെങ്കുവിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അതോടൊപ്പം കൗണ്ട് താഴുന്നതനുസരിച്ചിട്ട് അതിനുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം വരിക, ചുമയ്ക്ക് തുപ്പുന്നതിൽ രക്തത്തിൻ്റെ അംശം വരിക, മറ്റെവിടെയെങ്കിലും അമിതമായി പ്രഷർ കൊടുക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ കരിനിലിച്ച് വരികയോ രക്തത്തിൻ്റെ സ്കിൻ കല്ലിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പ്രധാനമായും ഇതിലെല്ലാം ഉള്ള ലക്ഷണം എന്ന് പറയുന്നത് പനിയും ദേഹം വേദനയും തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡെങ്കിപ്പനി മറ്റ് അവയവങ്ങളെയൊക്കെ ബാധിക്കാറുണ്ട്. വളരെ ചെറിയ തോതിൽ ലിവർ ഫങ്ഷനെ അത് ബാധിക്കാറുണ്ട്. ചില രോഗികളിൽ അത് കിഡ്നിനെയും ബാധിക്കാറുണ്ട്. പിന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക, ഷോക്കിലൊക്കെ പോവുക, BP താഴുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാമെന്നുള്ള സീരിയസ് അവസ്ഥയിലേക്ക് പോകും. അതിനെ നമ്മൾ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. അങ്ങനെ ഉള്ള പനികളിൽ, കൗണ്ട് കുറയുന്ന പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പനി തന്നെയാണ് ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവറിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡിലെ കൗണ്ടുകൾ നോക്കുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പനിയോടൊപ്പം തന്നെ കൗണ്ടിൻ്റെ അളവ് നോർമലായി 1.5 ലക്ഷത്തിന് മുകളിലോട്ടാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വേണ്ടത്. അത് പതുക്കെ താഴുന്നതായിട്ട് കാണാറുണ്ട്. യൂഷ്വലി അതൊരു 1.2, 1.3 എന്നൊക്കെ ഉള്ള അളവിൽ ആയിരിക്കും പ്രാരംഭ ദശയിൽ. അത് തുടർന്ന് നോക്കുമ്പോഴത്തേക്ക് അത് 1 ലക്ഷത്തിൽ താഴ്ന്നു വരും. അത് നമ്മൾ ഓരോ ദിവസം നോക്കുന്നതോടും പനി നിൽക്കുന്നിടത്തോളം ദിവസങ്ങളിൽ അത് താഴ്ന്നു വരും. പനി മാറിക്കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അത് പിന്നെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഒരു 5-6 ദിവസം പനി നീണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ചില രോഗികളിൽ ഒരു 50,000-ന് താഴെ, 20,000-ഓ 10,000-ഓ എന്നുള്ള വളരെ താഴ്ന്ന ലെവലിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ബ്ലീഡിങ് ടെൻഡൻസി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് നോക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ടെസ്റ്റ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് രക്തത്തിലെ ഡെങ്കുവിൻ്റെ IgM ടെസ്റ്റുകളാണ്. അത് നമുക്ക് ഡെങ്കു ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അത് കാർ ടെസ്റ്റായിട്ടും അല്ലാതെ ലാബ് ടെസ്റ്റായിട്ടുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡെങ്കു ഉണ്ടോ എന്നുള്ളത് അറിയാം. അതിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രാരംഭ ദശയിൽ ഒരു 2 ദിവസത്തിലോ 3 ദിവസത്തെ പനിയൊക്കെ ഉള്ളെങ്കിൽ ആ സമയത്തിൽ അത് ചിലപ്പോൾ പോസിറ്റീവായി വരണമെന്നില്ല. അതൊരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴേ അത് പോസിറ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ പ്രാരംഭ ദശയിൽ ചിലപ്പം വെറും പനി മാത്രമേ കാണുള്ളൂ, പനിയും ദേഹം വേദനയും മാത്രമേ കാണുള്ളൂ, കൗണ്ടുകൾ നോർമലായിരിക്കും, ഈ ഒരു ഡെങ്കുവിൻ്റെ ടെസ്റ്റുകൾ നോർമലായിരിക്കും. പക്ഷേ ഒരു 3-4-5 ദിവസമൊക്കെ ആകുന്ന സാഹചര്യത്തിലായിരിക്കും അത് പിന്നെ അത് കുറഞ്ഞു വരുന്നത്. അതോടൊപ്പം ഈ ഡെങ്കു IgM പോസിറ്റീവും വരുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ SGOT, STPT എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ലിവർ ഫങ്ഷനിലും നമുക്ക് വേരിയേഷൻസ് വരാം. ചില രോഗികൾ അത് 100-200 എന്നൊക്കെ ഉള്ള അളവിലോട്ട് അത് വർദ്ധിച്ചു വരാം. ചിലപ്പോൾ അത് തീരെ ഒരുപാട് ഉയർന്നിട്ട് 500-600 ഇല്ലെങ്കിൽ ഒരു 1000-നൊക്കെ അടുപ്പിച്ച് വരാറുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികളിൽ മാത്രമാണ് അത് കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രോഗിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ചികിത്സിക്കേണ്ടതായിട്ടൊക്കെ വരും. ചിലപ്പോൾ ലിവർ ഫെയിലിയറിലേക്ക് പോകാറുണ്ട്. അത് വളരെ ചുരുക്കമായിട്ടുള്ള രോഗികളിലാണ് അത് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഡെങ്കുപ്പനി എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വ്യക്തമായി നമ്മൾ അറിയേണ്ടത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വൈറൽ പനിയാണ്. വൈറൽ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് റെസ്റ്റാണ്. എപ്പോഴെങ്കിലും പനി വിത്ത് ദേഹം വേദന, പനിയോടൊപ്പം ചേർന്ന് ദേഹം വേദനയും അസഹനീയമായിട്ടുണ്ടെങ്കിൽ മരുന്നുകളോടൊപ്പം നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ഭാരമുള്ള ജോലികളൊക്കെ ഒഴിവാക്കി, കഠിനാധ്വാനം ഒഴിവാക്കി റെസ്റ്റ് എടുത്ത് ശരീരത്തിന് തന്നെ അത് റിസോൾവ് ആകാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്.
അതോടൊപ്പം നമ്മൾ മറ്റ് പ്രാഥമികമായുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട്. രോഗിക്ക് ഹൈഡ്രേഷൻ വളരെ നിർബന്ധമാണ്. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിപ്പിക്കേണ്ടതാണ്. ചുരുങ്ങിയതൊരു 3 മുതൽ 4 ലിറ്ററോളം വെള്ളം ദിവസം കുടിക്കേണ്ടത് ഇങ്ങനെ പനിയുള്ള രോഗികളിൽ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഈ പനി വരുന്ന സമയത്തിൽ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെടും. പിന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതോടൊപ്പം ക്ഷീണം വർദ്ധിച്ചു വരും. പിന്നെ ഈ പ്ലേറ്റ്ലെറ്റുകൾ ഒട്ടിപ്പിടിച്ച് ചേർന്നിരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ കൗണ്ട് പിന്നെയും കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ പനിയും ദേഹവേദനയും ഉണ്ട്, നല്ല കടുത്ത പനിയൊക്കെ ഉള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് വേറൊരു ലക്ഷണം കണ്ടുവരുന്നത് പനിയോടൊപ്പം റാഷസ്, പനിയിൽ ശരീരത്തിൽ ചെറിയതായിട്ടുള്ള ചുവന്ന പാടുകളോ ചെറിയ പുള്ളികളോ ഒക്കെ ഉള്ളതും ഈ ഡെങ്കു പനിയുടെ ഒരു ലക്ഷണമാണ്. പക്ഷേ അങ്ങനെയുള്ള രോഗികൾക്കും വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. നമ്മൾ സ്ഥിരം കുടിക്കുന്നതിനെക്കാട്ടും ഒരു 2 ലിറ്ററെങ്കിലും അധികമായിട്ട് ഇങ്ങനെ ഈ റാഷസ് ഉള്ള രോഗികൾക്ക് വേണം. ചില രോഗികൾക്ക് ഇതോടൊപ്പം ഛർദിലുണ്ടായിരിക്കാം, വെള്ളം കുടിക്കാനുള്ള ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി IV ആയിട്ടുള്ള ഡ്രിപ്പോ ഛർദിനുള്ള ഇഞ്ചക്ഷനോ ഒക്കെ എടുത്ത് നമുക്ക് ഹൈഡ്രേഷൻ വീണ്ടും പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഡെങ്കുവിൻ്റെ രോഗാവസ്ഥ മൂർച്ഛിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പനി കൺട്രോളാക്കാനായിട്ടുള്ള പാരസറ്റമോളിൻ്റെ ഗുളികകളാണ് നമ്മൾ കഴിക്കേണ്ടത്. വേറെ അധികം ഗുളികളൊന്നും കഴിക്കാൻ പാടില്ല. പാരസറ്റമോളിൻ്റെ ഗുളിക നമുക്ക് കഴിക്കാം. അത് പനി ഒരുപാട് കൂടി ജന്യമൊന്നും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. മറ്റ് വേദന സംഹാരികൾ ഈ ഡെങ്കു പേഷ്യൻസിന് കഴിക്കാൻ പാടില്ല. അത് പിന്നെയും നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയ്ക്കുകയേ ഉള്ളൂ. അത് കോംപ്ലിക്കേഷൻസും കൂട്ടും. അപ്പോൾ ദേഹവേദന എന്ന് പറഞ്ഞിട്ട് വേദന സംഹാരികൾ കൊടുക്കുന്നത് ഡെങ്കു പേഷ്യൻറ്റിൽ കഴിവതും ഒഴിവാക്കുക. പാരസറ്റമോളിൻ്റെ ഗുളികൾ മാത്രം മതിയാകും അവരുടെ പനിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വൈറ്റമിൻ്റെ ഗുളികൾ, ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ രോഗികൾക്ക് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കൊടുക്കുന്നതിലൂടെയും ഈ വൈറ്റമിൻസ് അവർക്ക് ലഭ്യമാകും. പ്രത്യേകിച്ച് നമ്മുടെ പോമഗ്രാനൈറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ, പേരയ്ക്ക, മാതളം, ഓറഞ്ച്, ഇതൊക്കെ നമുക്ക് കൊടുക്കുന്നതിലൂടെ വൈറ്റമിൻ സി നമുക്ക് ലഭ്യമാകും. അത് നമ്മുടെ ബോഡിക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുവാനൊക്കെ ഇത് സഹായിക്കും. പ്രത്യേകിച്ച് പല ആൾക്കാരും എല്ലാം പലവിധമായിട്ടുള്ള നാച്ചുറൽ റെമഡീസും പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും പ്രധാനപ്പെട്ടത് ഈ മാതളം തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കൗണ്ട് വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ പപ്പായയുടെ ഇലയും ആൾക്കാർ പറയുന്നുണ്ട്. അതിലൊന്നും സയൻറ്റിഫിക് ബേസിസ് ഇല്ല എങ്കിൽ നമുക്കത് കൊടുത്തു നോക്കാം. പക്ഷേ എങ്കിലും നമുക്ക് വെള്ളവും ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുക എന്ന് തന്നെയാണ് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ രോഗിയുടെ കൗണ്ടുകൾ നോക്കുക എന്നുള്ളതാണ്. പനിയുള്ളിടത്തോളം ദിവസങ്ങളിൽ നമുക്ക് ദിവസവും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കേണ്ടി വരും. അത് ഒരു 1,00,000-ലോ ഒരു 50,000-ലോ താഴെയാകുന്നുണ്ടെങ്കിൽ നമുക്കത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. 50,000-ൽ താഴെയാണ് നമുക്ക് പിന്നെയും അത് കുറഞ്ഞു വരുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രോഗിക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത് പ്ലേറ്റ്ലെറ്റിൻ്റെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ തന്നെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ട്രാൻസ്ഫ്യൂഷനും. അത് രോഗിക്ക് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൗണ്ട് കൂടിക്കൂടി വരും. അത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനും അത് സഹായിക്കും. നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് 10,000-ൽ താഴെയാകുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം. തലച്ചോറിലോ ആന്തരിക അവയവങ്ങളിലോ ഒക്കെ ബ്ലീഡിങ് ഉണ്ടാകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കോംപ്ലിക്കേഷൻ. അത് നമുക്ക് ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നതിലൂടെ ഒഴിവാക്കാം. പക്ഷേ കഴിവതും നമ്മളത് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഹൈഡ്രേഷനും അല്ലാതുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് പനി കുറയുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യും. പനി കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ അത് ഇമ്പ്രൂവായി വരും, കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യും. കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതോടൊപ്പം മറ്റ് പാരാമീറ്റേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ലിവർ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ക്രിയാറ്റിൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗി ഇമ്പ്രൂവിങ് സ്റ്റേജ് ആണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കാറുണ്ട്. തീരെ കുറഞ്ഞു പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള പേഷ്യൻ്റാണ്, ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട്, അങ്ങനെയുള്ള റിസ്കുകൾ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേറ്റ്ലെറ്റ്. ഡെങ്കു ഫീവർ
ഒരു മാരകമായ ഒരു അസുഖമാണെങ്കിലും നമ്മൾ പ്രാരംഭ ദശയിൽ തന്നെ അത് കണ്ടുപിടിക്കുകയും കൗണ്ട് കുറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ജലാംശം കുറയാതെ നോക്കുകയും വൈറ്റമിൻ മരുന്നുകൾ കഴിക്കുകയും വൈറ്റമിൻസ് അധികമായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെങ്കുവിൻ്റെ കോംപ്ലിക്കേഷൻസായ ഡെങ്കു ഷോക്ക് അല്ലെങ്കിൽ സിവിയർ ത്രോംബോസൈറ്റോപീനിയ എന്നുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഡെങ്കു വരുന്ന രോഗികളെയും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പരിചരണം ആവശ്യമാണ്, അവർക്ക് റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കൊതുക് നിവാരണത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കണം. കൊതുക് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കണം. കൊതുക് വരാൻ സാധ്യതയുള്ള പാടങ്ങളൊക്കെ വൃത്തിയാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൊതുകിലൂടെ പടരുന്നതായിട്ടുള്ള ഡെങ്കു നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. താങ്ക് യു.